Hello, I'm Dr. Srilakshmi, DNB Pulmonology Resident at Medical Trust Hospital, കൊച്ചി. ഇന്ന് ഞാൻ ആദ്യം തന്നെ ഒരു കേസ് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. ഒരു മാസം മുമ്പ് ഞങ്ങളുടെ കാഷ്വാലിറ്റിയിൽ ഒരു ചെറുപ്പക്കാരിയായ 24 വയസ്സുള്ള ഒരു കുട്ടി വന്നു. കുട്ടി വന്നപ്പോൾ ആൾക്ക് ഒട്ടും ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് ശ്വാസം വലിക്കാൻ പറ്റുന്നുണ്ടായില്ല. നെഞ്ചിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയപ്പോൾ ഒട്ടും ബ്രെത്ത് സൗണ്ട്സ് കേൾക്കുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പാരൻസിനോട് ഇതെന്താണെന്ന് പേഷ്യൻ്റ് പെട്ടെന്ന് ഹിസ്റ്ററി ചോദിച്ചപ്പോൾ ആൾ നല്ല സിവിയർ ആസ്മാറ്റിക് ആണ്. ഇൻഹേലർ ഇത്രയും കാലം എടുക്കാൻ പറഞ്ഞിട്ടും ഇതുവരെ എടുത്തിട്ടില്ല ആള്. പകരം വേറെ പല ചികിത്സാ രീതികളും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് എന്തായാലും പേഷ്യൻ്റ് അപ്പം തന്നെ നമ്മൾ വെന്റിലേറ്റർ കയറ്റി പേഷ്യൻ്റ് രക്ഷപ്പെടുകയും ചെയ്തു. പ്രോപ്പറായിട്ട് ഇൻഹേലേഴ്സ് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് ഇത് വരില്ലായിരുന്നു. ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവെ ഉള്ള ഒരു ധാരണയാണ് ഇൻഹേലർ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അത് ഉപയോഗിച്ചാൽ അതിനോട് അഡിക്റ്റഡ് ആയി പോകുമെന്നും അതിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവുമെന്നാണ് പല ആളുകളും ഇപ്പോഴും വിചാരിക്കുന്നത്. എന്നാൽ വളരെ ചെറിയ ഡോസിലുള്ള മൈക്രോഗ്രാമിൽ വരുന്ന മരുന്നാണ് ഇൻഹേലർ. ഇത് നമ്മൾ ഡയറക്റ്റ് ശ്വാസകോശത്തിലേക്കാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ചില മരുന്ന് ഉപയോഗിക്കുമ്പോൾ അത് ഇഞ്ചക്ഷൻ വഴിയാണ് കൊടുക്കുക. അത് ബ്ലഡിൽ അലിഞ്ഞു ചെന്ന് വേറെയുള്ള ഓർഗൻസിലോട്ടൊക്കെ എത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഇൻഹേലർ ഡയറക്റ്റ് ശ്വാസകോശത്തിൽ എത്തുന്നത് വഴി ഇതിന് ഒരു സിസ്റ്റമിക് സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. ഈ മരുന്ന് നമ്മുടെ തലച്ചോറിലെ ഒരു അഡിക്ഷൻ സെന്ററിലും പോയി പ്രവർത്തിക്കുന്നുമില്ല. അതുകൊണ്ട് ഇത് അഡിക്റ്റീവുമല്ല. COPD, ആസ്മ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളുടെ ഒരു പ്രധാന മെയിൻസ്റ്റേ ആണ് ഇൻഹേലർ ട്രീറ്റ്മെന്റ്. ഇത് ഒരിക്കൽ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ലങ്സിന്റെ ഫങ്ഷൻ കപ്പാസിറ്റി അനുസരിച്ച് ഈ മരുന്നിന്റെ ഡോസ് കുറയ്ക്കുകയോ ഈ മരുന്ന് പൂർണ്ണമായും നിർത്താനോ സാധിക്കും. അതുകൊണ്ട് ഒരു ഡോക്ടർ നിങ്ങളുടെ ശ്വാസമുട്ടലിന് ഇൻഹേലർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ധൈര്യപൂർവ്വം ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള കണ്ടന്റുകളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.